പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ 2025-26 സംസ്ഥാന ബഡ്ജറ്റിൽ 3061 കോടി രൂപ വകയിരുത്തി. ലൈഫ് മിഷൻ പദ്ധതിക്കായി 1760 കോടി രൂപ വിലയിരുത്തി. ഹെൽത്ത് ടൂറിസം പദ്ധതിക്ക് 50 കോടി രൂപ പ്രഖ്യാപിച്ചു. വയനാട് പുനരധിവാസത്തിന് 750 കോടി. വിഴിഞ്ഞത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ് അവതരണമാണ് നടന്നത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കില്ല, മറിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബദ്ധ വരുന്ന ഏപ്രിലിൽ വിതരണം ചെയ്യും. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യും. സംസ്ഥാന ബഡ്ജറ്റിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ധനകാര്യ മന്ത്രിയുടെ പ്ലാൻ ബി എന്നത് പ്ലാൻ വെട്ടിക്കുറയ്ക്കലാണ്. 15,000 കോടി രൂപയുടെ പദ്ധതികളാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ വെട്ടിച്ചുരുക്കിയത്. പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള നിർമ്മിതി എന്നാണ് പ്രതിപക്ഷ നേതാവ് ബഡ്ജറ്റിനെ വിമർശിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സുഹൃത്ത് യുവതിയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. നെയ്യാറ്റിൻകര വെൺപകലിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. 28 വയസ്സുള്ള സൂര്യഗായത്രിയെയാണ് കൊടങ്ങാവിള സ്വദേശി സച്ചു വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാലിന്യക്കുഴിയിൽ വീണ് കുട്ടി മരിച്ചു. രാജസ്ഥാൻ സ്വദേശിയുടെ 3 വയസ്സുകാരനായ മകൻ റിദാൻ ജജു ആണ് മരിച്ചത്. ആഭ്യന്തര ടെർമിനലിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് 12:15 അപകടമുണ്ടായത്. പകുതി വില തട്ടിപ്പിൽ കോഴിക്കോട് ജില്ലയിലെ നഷ്ടം 20 കോടി രൂപ. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 5554 പേർക്കാണ് പണം നഷ്ടമായത്. നാഷണൽ കോൺഫെഡറേഷനിൽ അംഗങ്ങളായ ജില്ലയിലെ 11 സന്നദ്ധ സംഘടനകളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വാളയാർ കേസിൽ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ ഗുരുതര കണ്ടെത്തലുമായി CBIയുടെ കുറ്റപത്രം. കേസിലെ 1-ാം പ്രതിയായ വലിയ മധുവും അമ്മയും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതായും പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ മാതാപിതാക്കൾ ഒത്താശ ചെയ്തതായും CBI ചൂണ്ടിക്കാണിക്കുന്നു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി M. രാജഗോപാൽ MLA തിരഞ്ഞെടുത്തു. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനമാണ് രാജഗോപാലിനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിന് മാനസിക പ്രശ്നമില്ലെന്ന് ഡോക്ടറുടെ സാക്ഷ്യപത്രം. ഹരികുമാറിനെ മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. എന്നാൽ ഹരികുമാറിന് മാനസിക രോഗമില്ലെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസിക രോഗ വിഭാഗം കണ്ടെത്തി. ഭാസ്കര കാർണവർ വധക്കേസിൽ ശിക്ഷ ഇളവ് നേടിയ പ്രതി ഷെറിനെ കുറിച്ച് വെളിപ്പെടുത്തലുമായി സഹതടവുകാരി സുനിത. ഷെറിൻ ജയിൽ CIGയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. മന്ത്രി ഗണേഷ് കുമാറുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നതായി ഷെറിൻ തന്നോട് വെളിപ്പെടുത്തിയിരുന്നതായും ഷെറിന് മേക്കപ്പ് സാധനങ്ങളും ഫോണും ജയിലിൽ അനുവദിച്ചതായും സുനിത വെളിപ്പെടുത്തി. പോക്സോ കേസ് റദ്ദാക്കണമെന്ന കർണാടക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ യെദ്യൂരപ്പയുടെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളി. അതേസമയം യെദ്യൂരപ്പയുടെ പ്രായം പരിഗണിച്ച കേസിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ബോളിവുഡ് നടൻ സോനു സൂദിനെതിരെ അറസ്റ്റ് വാറന്റ്. തട്ടിപ്പ് കേസിലാണ് ലുധിയാന ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമൺപ്രീത് കൗർ നടനെ അറസ്റ്റ് ചെയ്യാൻ വാറന്റ് പുറപ്പെടുവിച്ചത്. റിജിക കോയിൽ ഇടപാടിൽ നിക്ഷേപിച്ച ലാഭം കിട്ടുമെന്ന് പ്രലോഭിപ്പിച്ച് കേസിലെ മുഖ്യപ്രതിയായ മോഹിത് ശുക്ല പണം തട്ടിയെന്നാണ് ആരോപണം. കേസിൽ മൊഴി നൽകാൻ സോനു സൂദിനെ കോടതി വിളിപ്പിച്ചെങ്കിലും ഇതിനായി അയച്ച സമൻസ് താരം കൈപ്പറ്റിയിരുന്നില്ല. ഇതേ തുടർന്നാണ് സോനുവിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടത്. രാജ്യാന്തര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ്. രാജ്യാന്തര കോടതിക്കുള്ള സാമ്പത്തിക സഹായം അമേരിക്ക അവസാനിപ്പിക്കും. കൂടാതെ രാജ്യാന്തര കോടതിയിലെ ഉദ്യോഗസ്ഥർക്ക് US-ലും സഖ്യകക്ഷി രാജ്യങ്ങളിലും വിസ നിയന്ത്രണവും ഏർപ്പെടുത്തും.